കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് കടക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എൻ്റെ നല്ല ഈശോയെ, ദാനമായി നൽകിയ ദിവസത്തെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങയുടെ പൊൻകരങ്ങളിൽ എന്നെ കാത്തുപരിപാലിച്ചതിന് നന്ദി പറയുന്നു. അർഹിക്കാത്ത നന്മകളാൽ ഓരോ ദിനവും എന്നെ വഴി നടത്തുന്നതിന് നന്ദി പറയുന്നു. വിശുദ്ധിയിൽ ജീവിക്കുവാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകിയതിന് നന്ദി പറയുന്നു. എനിക്ക് കൂട്ടായി മാലാഖമാരെയും വിശുദ്ധരെയും തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയുടെ സ്നേഹത്തിലേക്ക് വളരാൻ വഴികാട്ടിയായി പരിശുദ്ധ അമ്മയെയും വിശുദ്ധ യോസേപ്പിതാവിനെയും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ, സഹയാത്രികനായ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ, അങ്ങനെ നീയാകുന്ന വഴിയിലേക്ക്, നീ സഞ്ചരിച്ച അതേ പാതയിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എനിക്ക് നിന്നെ വിട്ട് വേറെ ഒരിടത്തേക്കും പോകേണ്ടതില്ല ഈശോ. നീ തരുന്ന സ്നേഹം അത് മാത്രം മതി. ഈ ലോകത്ത് മറ്റൊരിടത്തും എനിക്കത് കിട്ടത്തില്ല ഈശോ. ഞാനിന്ന് ജീവനായി കണ്ട് സ്നേഹിക്കുന്ന എൻ്റെ മക്കളും ജീവിത പങ്കാളിയും മാതാപിതാക്കളും ഒക്കെ ഒരു നാൾ എന്നെ ഉപേക്ഷിച്ചു പോകാം, തള്ളി പറയാം. അവരൊക്കെ എന്നെ മറന്നാലും എൻ്റെ ഈശോയ്ക്ക് എന്നെ ഒരു നാളും മറക്കാനോ തള്ളിക്കളയാനോ ആകില്ലല്ലോ. അതുകൊണ്ടല്ലേ വചനം പറഞ്ഞത്, അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവമാണ് നിനക്കുള്ളതെന്ന്. കർത്താവേ, എന്നെ നിൻ്റെ ചിറകിൻ്റെ മറവിൽ മറച്ചു പിടിക്കണമേ, സംരക്ഷിക്കണമേ. ഒരു കുഞ്ഞു പാപം പോലും ചെയ്യാതിരിക്കാൻ ഈശോയെ ഇന്നെന്നെ സഹായിക്കണമേ. ഈശോ, നീ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, ഈശോ നീ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ, നീ സഹിച്ചതുപോലെ സഹിക്കാൻ, നീ അനുസരിച്ചതുപോലെ അനുസരിക്കാൻ, നീ കരുണ കാണിച്ചതുപോലെ എല്ലാവരോടും കരുണ കാണിക്കാൻ എന്നെയും പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, സാത്താനും അവൻ്റെ പ്രവൃത്തികൾക്കും കീഴ്പ്പെടാൻ എന്നെ ഒരിക്കലും അനുവദിക്കല്ലേ. നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മയെ ഉപേക്ഷിച്ച് നന്മകളെ മുറുകെ പിടിക്കുന്നതിനുള്ള കൃപ എനിക്ക് നീ തന്നരുളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സുഖത്തിലും ദുഃഖത്തിലും അങ്ങേക്ക് നന്ദി പറഞ്ഞ് ജീവിക്കുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും പ്രഭാതത്തിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലെല്ലാവരിലും ഈ സമയം വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരിലേക്കും പരിശുദ്ധാത്മാവേ അവിടുന്ന് വന്ന് നിറയണമേ. ഈ സമയം, ഈ പ്രഭാതത്തിൽ നമുക്കൊരു നിമിഷം ഈശോ തന്ന അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത്, ഈ നല്ല ദിവസത്തെ ഓർത്ത്, ഈ ദിവസത്തെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. അങ്ങ് ദാനമായി നൽകിയ ദിവസത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുവാനായി അവിടുന്ന് എന്നെ അനുവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിൽ അവിടുന്ന് എന്നെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അനുദിനവും കാത്തു പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. സ്തുതി, 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 സ്തുതി. മഹത്വം, 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 മഹത്വം. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ എൻ്റെ ഈശോയെ, സമയം ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ അപ്പാ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഈ സമയം നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, നന്ദി. ഈശോയെ നന്ദി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, എത്രയോ മക്കൾക്കാണപ്പാ വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നത്. അവരെല്ലാം ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ഞങ്ങൾക്കെല്ലാം അവിടുന്ന് ദാനമായി കുഞ്ഞുങ്ങളെ നൽകിയല്ലോ. അങ്ങയുടെ ദാനമാണ് ഈശോയെ ഞങ്ങളുടെ മക്കളെ ഓർത്ത് ഈ സമയം പ്രാർത്ഥിക്കുന്നു. അവരെവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലും കർത്താവേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ചാരത്തായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, ദൂരത്തായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു, പഠനത്തിനും ജോലിക്കുമായി പോയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണമേ, ആപത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അവരെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, നന്ദി, നന്ദി. ആരാധന, ആരാധന, ആരാധന. ദൈവമക്കളായ അവരെ അവിടുത്തെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്ന അതേ പരിശുദ്ധിയിൽ തന്നെ വളർത്താൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈശോയെ, ഞങ്ങൾക്ക് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ വളർത്തുന്നതിൽ ഞങ്ങൾക്കൊരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഈശോയെ, ഈ സമയം മാപ്പ് ചോദിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ മക്കളിലൊക്കെ ഒത്തിരി കുറവുകളും പോരായ്മകളും ഉണ്ട് നാഥ. നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവനെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതേ ഈശോയെ, ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ മുഴുവനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഈശോയെ, അവിടുന്ന് അതെല്ലാം കാണുന്നുണ്ടല്ലോ. മക്കളെ ഓർത്താണപ്പാ ഞങ്ങളുടെ പ്രാർത്ഥന മുഴുവൻ. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കണ്ണിൽ നിന്നൊഴുകുന്ന ഓരോ കണ്ണുനീർത്തുള്ളികളും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഈശോയെ, ഈ അപ്പനമ്മമാരുടെ പ്രാർത്ഥനകളെ സ്വർഗം തുറന്ന് അവിടുന്ന് ഈ സമയം കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, സ്വർഗം തുറന്ന് ഈ സമയം ഞങ്ങളുടെ മക്കളുടെ അരികിലേക്ക് അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പനമ്മമാരുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ ഉദരത്തിൽ അവരായിരുന്നപ്പോൾ മുതൽ ഞങ്ങളിൽ നിന്ന് ലഭിച്ച ആന്തരിക മുറിവുകൾ മൂലവും ഞങ്ങളുടെ ദുർമാതൃക മൂലവും ഈ ലോകത്തിൻ്റെ സ്വാധീനം മൂലവും പലതരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾക്ക് ഇന്നവർ അടിമയായി തീർന്നിരിക്കുന്നത് ഈശോ കാണുന്നുണ്ടല്ലോ. അവരുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈശോയെ. ഈ സമയം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളെ ഈ സമയം ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങളെല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, 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 ഞങ്ങളുടെ മക്കളുടെ അരികിലേക്ക് ഈശോ ഈ സമയം ഇറങ്ങി വരണമേ. ഈശോയുടെ പരിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിറയാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാ ദുശീലങ്ങളിൽ നിന്നും തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്യാതെ, തിന്മ കാണാതെ, ആപത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് ഉചിതമായ വിദ്യാഭ്യാസം നൽകണമേ. ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾക്ക് ഉചിതമായ ജീവിതമാർഗം തക്ക സമയത്ത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഈശോയെ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ സമയം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. മക്കൾക്കായിട്ടുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ സമയം സ്വർഗസന്നിധിയിലേക്ക് എത്തട്ടെ. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമയം ഞങ്ങൾ ചോദിക്കുകയാ. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളെ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾക്കത് മാത്രം മതി ഈശോ. എല്ലാവരും പ്രാർത്ഥിച്ച്, മനസ്സിൽ നിന്ന് പ്രാർത്ഥിച്ച്, വേറൊന്നും ഒരു നിയോഗം വെക്കണ്ട. ഇങ്ങനെ മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ച്. അപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളെ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾക്കത് മാത്രം മതി. ബാക്കിയെല്ലാം വന്നു ചേർന്നുകൊള്ളും. അവരുടെ വിദ്യാഭ്യാസം, പരീക്ഷ, ജോലി എല്ലാം ഈശോ അവർക്ക് നൽകിക്കൊള്ളും. എല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ നടന്നുകൊള്ളും. ഇത്രമാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്നു. ഈശോയുടെ തിരുരക്തം കൊണ്ട്, ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ മക്കളെ ഇപ്പോൾ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾക്കത് മാത്രം മതി.
മതി, ഞങ്ങൾക്കതു മാത്രം മതി. യേശുവേ നന്ദി 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 നന്ദി. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ 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 ആരാധന ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ഈശോയേ ഈശോയേ ഈശോയേ. ആരാധന 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 ആരാധന. നന്ദി 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 നന്ദി. സ്തുതി 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 സ്തുതി. ഈശോ 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 ഈശോ. ആത്മാവേ വരണമേ വരണമേ വരണമേ. നിറയണമേ നിറയണമേ നിറയണമേ. ഈശോയേ ഈശോയേ ഈശോ. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും റൂഹായേ ഈ സമയം നിറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ എല്ലാ മക്കളിലേക്കും വന്ന് നിറയണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി 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 നന്ദി. ഒരു ശോകഗാനം ഒഴുകി വന്നു ഒരു ദേവ മനസ്സിൻ മലർക്കോവിലിൽ. ഒരു യാഗവേദിയൊരുങ്ങി നിന്നു, ഒരു ബലിയാടിൻ മിഴി നനഞ്ഞു. ഒരു ശോകഗാനം ഒഴുകി വന്നു ഒരു ദേവ മനസ്സിൻ മലർക്കോവിലിൽ. ഒരു യാഗവേദിയൊരുങ്ങി നിന്നു, ഒരു ബലിയാടിൻ മിഴി നനഞ്ഞു. ഒരു ശോകഗാനം ഒഴുകി. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനാപൂർവം ഈശോയുടെ കൂടെ നമ്മളായിരിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് ലോകത്തിനു വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകം തുറന്ന് ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളോട് പരിശുദ്ധ അമ്മ ഇന്ന് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പുസ്തകം നമ്മൾ തുറക്കുന്നതിന് മുമ്പായി അമ്മ പറഞ്ഞിരിക്കുന്നത്, ഇതിലെ ഒരു സന്ദേശം നമ്മൾ എടുത്ത് വായിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ആദ്യം ഒരു പ്രാർത്ഥന ചൊല്ലുക. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രാർത്ഥന ചൊല്ലാം. അതിനുശേഷമേ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജ് തുറന്ന് ആ സന്ദേശം വായിക്കാവുള്ളൂ എന്നാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നമ്മ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. അമ്മ മാതാവേ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് എൻ്റെ കൂടെയായിരുന്നു പ്രാർത്ഥിക്കുന്ന ഈ മക്കളോട് ഓരോരുത്തരോടും ഇന്നമ്മ എന്താണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഈ സമയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇന്ന് പരിശുദ്ധ അമ്മ നമുക്കായി നൽകിയിരിക്കുന്ന മെസ്സേജ് ഇതാണ്. ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം എന്ന പുസ്തകത്തിലെ 290 പേജിലെ മെസ്സേജ് ഇങ്ങനെയാണ്: നീ തീരെ ചെറുതും ദുർബലയുമാണ്. എന്നിട്ട് അമ്മ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സാധു കുഞ്ഞെ, മനുഷ്യൻ്റെ വേദനകൾ കുറയ്ക്കാനായി ദൈവം ചെയ്യുന്നവയെല്ലാം ജാഗ്രതയോടെ കണക്കിലെടുക്കപ്പെടാനായി പ്രാർത്ഥിക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സഹതാപത്തോടെ നോക്കുന്നു. അവർക്ക് വേണ്ടി എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ നിന്നോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഒരുപാട് ചെറിയ കാര്യങ്ങളിൽ നീ ഭയപ്പെട്ടിരിക്കുകയാണ്. ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുന്നു. ഞാൻ നിന്നെ കരുതുന്നുണ്ട്. നീ വീണുപോയാലും നിന്നോട് കരുണ കാണിക്കാൻ ഞാൻ ഈശോയോട് അപേക്ഷിക്കും. കാരണം നീ തീരെ ചെറുതും ദുർബലയുമാണ്. നിനക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. ഇത് നിന്നെ ആശ്വസിപ്പിക്കുകയും നിനക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നില്ലേ? എന്നെ വിശ്വസിക്കുക, ഞാൻ നിന്നെ നയിക്കും. പ്രാർത്ഥിക്കുവിൻ,
നീ പ്രത്യുത്തരിക്കുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എൻ്റെ ചെറിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന നിൻ്റെ അമ്മയുടെ പാദാന്തികത്തിലാണ് നീ എന്ന് ചിലപ്പോഴൊക്കെ നീ മറന്നു പോകുന്നു. ഇതാണ് ഇന്നമ്മ നമുക്ക് നൽകിയ മെസ്സേജ്. ഇത് നിങ്ങൾ ഓരോരുത്തരോടുമാണ് അമ്മ ഇന്ന് പറയുന്നത്. ഈ പ്രഭാതത്തിൽ ചാരത്തും ദൂരത്തുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം കർത്താവിൻ്റെ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവമായ കർത്താവിന് സ്തുതി. കാവൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപകെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാ വിധത്തിലും അനുഗ്രഹപൂർണ്ണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ.